എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന PSC പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള പ്രിപ്പറേഷനിലാവും. അപ്പം നിങ്ങൾക്ക് അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിക്ക് നമ്മുടെ LSTD 3rd ഗ്രേഡിൻ്റെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി 2nd ഗ്രേഡിൻ്റെയും സിലബസിലുള്ള നിമി പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതിലുള്ള സീവേജ് സിസ്റ്റം എന്നുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാട്ടർ ടൈറ്റ് അണ്ടർഗ്രൗണ്ട് ടാങ്ക് അഡ്മിറ്റ് സീവേജ് ഫോർ ട്രീറ്റ്മെൻറ്റ്? അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു വാട്ടർ ടൈറ്റ് ചേംബറാണ്, അത് സീവേജ് ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. അതാരാണ്? സെപ്റ്റിക് ടാങ്ക് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ടാങ്ക് സെപ്റ്റിക് ടാങ്ക് ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PHE? PHEൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ്. സിംപ്ലി പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം ഉദ്ദേശിക്കുന്നത് കേട്ടോ. പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് ദ കിച്ചൺ, ബാത്റൂം, വാഷ് ബേസിൻ? ഒരുപാട് തവണ PSCക്ക് റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കിച്ചണിനും ബാത്റൂമിനും വാഷ് ബേസിനും ഒക്കെ വരുന്ന വെള്ളത്തിന് നമ്മൾ പറയുന്ന പേര് സള്ളേജ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഡിവൈസ് പ്രൊവൈഡഡ് ഇൻ എ ട്രാപ്പ് ടു പ്രിസർവ് ഇറ്റ്സ് വാട്ടർ സീൽ? വാട്ടർ സീൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈപ്പ് ഏതാ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ സി ആൻറ്റി സൈഫണേജ് പൈപ്പാണ്. ആൻറ്റി സൈഫണേജ് പൈപ്പ്. ഹൗ മെനി ചേംബേഴ്സ് ആർ ദർ ഇൻ സെപ്റ്റിക് ടാങ്ക്? ഒരു സെപ്റ്റിക് ടാങ്കിൽ എത്ര ചേംബറുകളുണ്ട്? 2 ചേംബറാണുള്ളത് അല്ലേ, 2 പോർഷൻ ആണുള്ളത്. അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അപ്പർ ടെണൻസ് ദാറ്റ് ആർ കൺസ്ട്രക്റ്റഡ് അറ്റ് എ സ്യൂട്ടബിൾ ഇൻ്റർവെൽസ്? സ്യൂട്ടബിൾ ഇൻ്റർവെൽസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അപ്പർ ടെണൻസിന് പറയുന്ന പേര് മാൻഹോൾ ആണ് കേട്ടോ. മാൻഹോൾ, നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്ന മാൻഹോൾസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലാമ്പ് ഹോൾ? ആ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ടാവും. ലാമ്പ് ഹോൾ എന്ന് പറയുന്നത് എപ്പോഴും ഒബ്സ്ട്രക്ഷൻസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു മാൻഹോളിൻ്റെ അത്ര സൈസ് ഇല്ലാത്തൊരു കുഞ്ഞി പോർഷനാണ്. അതാണ് ലാമ്പ് ഹോൾ. അപ്പോൾ ടു ഡിറ്റക്ട് ദ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ സീവർ, അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ട്രാപ്പ്? ഈ കൊടുത്തിരിക്കുന്നത് ഏത് ട്രാപ്പാന്നുള്ളതാണ്. ഇത് ഗള്ളി ട്രാപ്പിൻ്റെ ഇമേജ് ആണ് കേട്ടോ. ഗള്ളി ട്രാപ്പിൻ്റെ ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സീവർ റെസിസ്റ്റ് സൾഫൈഡ് കൊറോഷൻ? ഇതും ഇക്കഴിഞ്ഞ PSC പരീക്ഷയ്ക്കൊക്കെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് ഈ നിമി മോക്ക് ടെസ്റ്റ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വിച്ച് സീവർ റെസിസ്റ്റ് സൾഫൈഡ് കൊറോഷൻ? സൾഫൈഡ് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ലെഡ് സീവറാണ് കേട്ടോ. ലെഡ് സീവറാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പീരിയഡ് ഫോർ സ്ലെഡ്ജ് ഡൈജഷൻ ഇൻ നോർമൽ കണ്ടീഷൻസ്? നോർമൽ കണ്ടീഷൻസിൽ സ്ലെഡ്ജ് ഡൈജഷൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. അറൗണ്ട് 1 മന്ത് 30 ഡേയ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്ലംബിംഗ്? നമ്മൾ എന്തിനാണ് പ്ലംബിംഗ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറൊക്കെ സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറൊക്കെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലംബിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവുന്ന ഒരു ഉത്തരമാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ? ഇനി ഇതെല്ലാം ബേസിക് നമുക്ക് ഓപ്ഷൻസ് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ? എന്തിനാണ് നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത്? ടു മേക്ക് ഇറ്റ് സേഫ് ഫോർ യൂസ്. നമുക്കത് സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ നോമിനൽ ഷേപ്പ് ഓഫ് സെപ്റ്റിക് ടാങ്ക്? ഇതും PSCക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റിക് ടാങ്കിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് കേട്ടോ. അത് റെക്റ്റാങ്കിൾ ആണ്, സ്ക്വയർ ഒന്നും എഴുതി പോരുത്. റെക്റ്റാങ്കിൾ ആണ് സെപ്റ്റിക് ടാങ്കിൻ്റെ നോമിനൽ ഷേപ്പ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡ്രെയിൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ മാൻഹോൾസ്? നമ്മുടെ ഡ്രെയിൻസും ഇൻസ്പെക്ഷൻ മാൻഹോൾസും തമ്മിലുള്ള ഒരു ആംഗിൾ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുക. അത് 180 ഡിഗ്രി ആണ് കേട്ടോ. 180 ഡിഗ്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം സ്പേസിംഗ് ഓഫ് മാൻഹോൾ സീവർ സൈസ് അപ് ടു 0.3 മീറ്റർ ഡയമീറ്റർ? 0.3 മീറ്റർ ഡയമീറ്ററുള്ള മാൻഹോൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പല വാല്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നിമിയിൽ ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് 30 മീറ്റർ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കഴിഞ്ഞ ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ട് ഇതിൻ്റെ ആൻസർ വന്നതും 30 മീറ്റർ തന്നെ ആയിരുന്നു കേട്ടോ. 0.3 മീറ്റർ വരെ ഡയമീറ്ററുള്ള മാൻഹോളിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് 30 മീറ്റർ. വാട്ട് ഈസ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ? സീവേജിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ ഇന്ത്യയിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊക്കെ PSCക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നെടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ഇൻ സീവർ? സീവർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വേസ്റ്റ് വാട്ടർ റിമൂവ് ചെയ്യുന്ന ഡ്രെയിനോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ സീവറിൽ കൂടെ ഒഴുകുന്ന ലിക്വിഡ് വേസ്റ്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതിനാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത് അല്ലേ. സീവർ കൂടെ ഒഴുകുന്ന ലിക്വിഡ് വേസ്റ്റിനെയാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഡസ് സാനിറ്ററി സീവേജ് ക്വാണ്ടിറ്റി ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ? സാനിറ്ററി സീവേജിൻ്റെ ക്വാണ്ടിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ.
അത് ഉറപ്പായിട്ടും എന്തിനായിരിക്കും? ഈ ഓപ്ഷൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പോപ്പുലേഷനെ ആയിരിക്കും അല്ലേ. ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സീവേജിൻ്റെ എമൗണ്ടും കൂടും. അപ്പോൾ സാനിറ്ററി സീവേജിൻ്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് പോപ്പുലേഷനെയാണ്. വിച്ച് പൈപ്പ് ഈസ് നോട്ട് എ ബെസ്റ്റ് ചോയ്സ് ഓഫ് ക്ലൈമറ്റ്സ്? ഒരു ബെസ്റ്റ് ചോയ്സ് അല്ലാത്തൊരു പൈപ്പ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം PVC, CPVC എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ ടേം ഫോർ വാട്ടർ ഇൻസൈഡ് ട്രാപ്പ് വിച്ച് പ്രിവെൻറ്റ്സ് ഗ്യാസ് ഫ്രം എൻട്രിങ്? നമ്മൾ എപ്പോഴും വാട്ടർ ഇൻസൈഡ് ട്രാപ്പിനകത്ത് കുറച്ച് വെള്ളം നിലനിർത്തും അല്ലേ, ഗ്യാസിൻ്റെ എൻട്രിങ്ങിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ പറയുന്നത് വാട്ടർ സീൽ എന്നാണ്. ആ വെള്ളത്തിൻ്റെ ലെവലിനെ നമ്മൾ വാട്ടർ സീൽ എന്നാണ് പറയുന്നത്. Which type of pump should be selected in order to pump the sewage from a septic tank to the water treatment system? അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തൊരു പമ്പ്, ഏത് പമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സെൻട്രിഫ്യൂഗൽ പമ്പാണ് കേട്ടോ. ഇതും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നൊരു PSC എക്സാമിന് ഇതുപോലെ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് സിസ്റ്റം കൺസിസ്റ്റ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ്, ഫിക്സ്ചേഴ്സ്, ടാപ്പ്, വാൽവ്, കണക്ഷൻസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതിന് നമ്മൾ എന്താ പറയുക? അതിന് നമ്മൾ ഹൗസ് പ്ലംബിംഗ് സിസ്റ്റം എന്നാണ് പറയുക അല്ലേ. പൈപ്പ്, ഫിക്സ്ചേഴ്സ്, ടാപ്പ്, വാൽവ് ഇതെല്ലാം ചേർന്നിട്ടുള്ള ആ സെറ്റപ്പിനെ നമ്മൾ ഹൗസ് പ്ലംബിംഗ് സിസ്റ്റം എന്നാണ് പറയാറുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്? നമ്മളൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്ക്രീനിങ് ആയിരിക്കും അല്ലേ. സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ബാക്കി സെഡിമെൻറ്റേഷനും ഫിൽട്രേഷനും സോഫ്റ്റനിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ലാർജ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ അതിനെ പാസ് ചെയ്യും. അതാണ് സ്ക്രീനിങ് പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സീവർ സിസ്റ്റം ആർ പ്രിഫേർഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സീവർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പൈൻഡ് സീവർ സിസ്റ്റമാണ് കേട്ടോ. കമ്പൈൻഡ് സീവർ സിസ്റ്റമാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് സീവർ ഗ്യാസസ് ഫ്രം എൻട്രിങ് ദ ബിൽഡിംഗ്? സീവർ ഗ്യാസസ് എൻട്രി ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞു ട്രാപ്പാണ്, അല്ലെങ്കിൽ വാട്ടർ സീൽ എന്നൊക്കെ നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യനിൽ വാട്ടർ സീൽ എന്ന് പറഞ്ഞിരുന്നു. എൻട്രി ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇതിന് നമ്മൾ ട്രാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഫിഗേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ നിമി മോക്ക് ടെസ്റ്റിൽ നിന്ന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ITI ക്വാളിഫിക്കേഷനുള്ള എക്സാംസിന് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.